എനിക്കൊന്ന് ലോക സിനിമയിൽ ഒരേ ഒരു IPL കളിച്ച ആക്ടർ ഞാനായിരിക്കും. പടം ഹിറ്റായെന്ന് പറയുമ്പോൾ ഞാൻ നായകൻ, മറ്റേ സൈഡ് എല്ലാം ചെലവട. ഇതൊക്കെ എന്ത് വിജയ് മോഹൻ എന്ന് പറയുന്ന വക്കീലിനോട് ഇവൻ കാണിക്കുന്ന ഹുങ്കാണ്. കാരണം ചില സമയത്തൊക്കെ നമുക്ക് ചെറിയ മൈനർ എക്സ്പ്രഷൻസ് ആണ്, അങ്ങനെ ദേഷ്യം വരും. അഭിനയിച്ച ഒരു കഥാപാത്രവും ഞാനല്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ചേട്ടൻ കണ്ടത്രയും സിനിമ ലൊക്കേഷൻ ഞാൻ കണ്ടിട്ടുണ്ടാവില്ല. പുള്ളി എപ്പോഴും നിസ്സാരമായിട്ട് ലൈറ്റൊക്കെ പിടിച്ച് കട്ടൻ മുണ്ടാക്കി ഇട്ടിട്ട് കട്ടനൊക്കെ അടിച്ചിരിക്കുന്ന ആളായിരിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് അവരും ഒരു പുതിയ കമ്മിറ്റി വേണമെന്ന് അവരവിടെ അവകാശപ്പെടുന്നുണ്ട്. അതൊരു റെവല്യൂഷനായിട്ട് ഞാൻ കണക്കാക്കുന്നു. ആരുടെയൊക്കെ പേര് അതിൽ പറഞ്ഞതൊന്നും നമ്മളല്ലാതെ തീരുമാനിക്കേണ്ടത്. ഹായ്, ഹലോ, നമസ്കാരം. സോ ഇന്ന് എൻ്റെ കൂടെയുള്ള ഗസ്റ്റിനെ എനിക്ക് പരിചയപ്പെടുത്താൻ ഇഷ്ടം വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് ക്യൂട്ടസ്റ്റ് വില്ലൻ ഓഫ് മലയാളം സിനിമ എന്നാണ്. സോ വി ഹാവ് ശങ്കർ ഇന്ദുചൂടൻ വിത്ത് മീ. ഹായ് ശങ്കർ. ഞാൻ വില്ലനല്ല കേട്ടോ. ഫസ്റ്റ് രക്ഷാധികാരി ബൈജു സിനിമയിൽ നിന്ന് ഹരിക്കുമ്പളം എന്ന ക്യാരക്ടറിനെക്കാട്ടും ഇപ്പം ആളുകൾ കുറച്ചുകൂടെ ശങ്കറിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് മൈക്കിൾ എന്ന വില്ലൻ കോമഡി ചെയ്തു നാഗേന്ദ്രൻ സണിമുള്ളു. പക്ഷെ മൈക്കിളിനെ എന്തോ ആളുകൾ പെട്ടെന്ന് വില്ലനായിട്ട് എടുക്കുന്നത് ഇഷ്ടമാണ്. അല്ല വില്ലനല്ല ഞാൻ അഭിനയിച്ച ഒരു കഥാപാത്രവും ഞാനല്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആവരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. തീർച്ചയായിട്ടും അതൊരു സ്ക്രിപ്റ്റ് റൈറ്ററിന്റെയോ സംവിധായകന്റെയോ സൃഷ്ടിയാണ്. അപ്പൊ അത് അവര് പറയുന്നത് പോലെ അല്ലെങ്കിൽ അവരെഴുതിയ സംഭവം എനിക്ക് അനുകൂലമായിട്ട് അവർക്ക് തോന്നുകയാണെങ്കിൽ അവരെന്നെ അപ്രോച്ച് ചെയ്യും. ആളുകൾ അത്രയും അക്സെപ്റ്റ് ചെയ്യുന്നതും ചിന്തിക്കുന്നതും അത് അത്രയും നന്നായിട്ട് ചെയ്തത് കൊണ്ടായിരിക്കും. തീർച്ചയായിട്ടും പ്രേക്ഷകരോട് ഗ്രേറ്റ്ഫുൾ ആണ് ആ കാര്യത്തിൽ. കാരണം ഇപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ എന്നെ ഹരി എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴും ആ സിനിമയിലെ പല സീനുകളാകുമ്പോഴും ആദ്യത്തെ സിനിമ അത് 2016 ഷൂട്ട് ചെയ്ത് 2017 ഇറങ്ങിയ സിനിമയാണ് രക്ഷാധികാരി ബൈജു, രഞ്ജൻ പ്രമോദ് സാറിന്റെ സിനിമ. അപ്പൊ ഇപ്പോഴും അതിലെ ഒരു പ്രസംഗ രംഗമൊക്കെ വരുമ്പോൾ പലരും ഫോൺ എടുത്ത് എന്നെ വിളിച്ച് ആ സീൻ TV-യിൽ ഇങ്ങനെ വെച്ച് തരാ, അല്ലെങ്കിൽ അങ്ങനത്തെ അതിനെ പറ്റി ക്രിക്കറ്റ് വളരെ പാഷനേറ്റ് ആയിട്ട് നിന്നവരും അല്ലാത്തവരുമായ ഇത് ഭയങ്കരമായിട്ട് അവർക്കൊരു ഭയങ്കര ചെറിഷബിൾ ആണ് ആ സിനിമ. ഒരുപാട് NRIസിന് ഇത് ഭയങ്കര ചെറിഷബിൾ സിനിമയാണ് രക്ഷാധികാരി. അപ്പൊ അതൊരു ഭാഗ്യമാണ് ആസ് എൻ ആക്ടർ അങ്ങനത്തെ കുറെ മെമ്മറബിൾ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ അങ്ങനെ ആ പേരിൽ അറിയപ്പെടുക എന്ന് പറയുന്നത് നല്ലതാണ്. പക്ഷെ തീർച്ചയായിട്ടും ഒരിക്കലും ഞാൻ അങ്ങനെ ലേബൽ ചെയ്യപ്പെടാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. ഓക്കെ. അപ്പം പക്ഷേ ഈ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തല്ലോ പല ജോണറിൽ. അപ്പം ഈ ഒരു ജിത്തു ജോസഫ് സാറ് വിളിച്ച സമയത്ത് എൻ്റെ ഈ ഒരു ഫേസിന് വില്ലത്തരം എങ്ങനെ ജിത്തു സാറിന് അത് ചിന്തിച്ചു എന്ന് ചോദിച്ചിരുന്നോ? എന്നെ വെച്ചിട്ട് ആ ഒരു വില്ലൻ കഥാപാത്രം എങ്ങനെ അല്ല ഞാൻ ജിത്തു സാറിന്റെ അടുത്ത് ചോദിച്ചു. സാർ ഇങ്ങനെ ഞാൻ നാഗേന്ദ്രൻ സണിമൂൺ എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ഇപ്പൊ ഡിസ്നിയിൽ ഇറങ്ങി അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പൊ അതിങ്ങനെ അതൊരു കോമഡി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വേറൊരു പരിപാടിയാണ്. അതൊരു 1970. അപ്പൊ അതൊക്കെ ചെയ്തിങ്ങനെ ഇരിക്കുന്ന സമയത്ത് സുരാജേട്ടൻ്റെ ഒപ്പം തമാശയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ജിത്തു സാറിന്റെ ഒരു വോയിസ് മെസ്സേജ് ഇങ്ങനെ വരുന്നത്. അപ്പൊ ഞാനിപ്പോ എൻ്റെ കൂട്ടുകാരൻ്റെ കാറിലായിരുന്നു ഞാൻ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ അവനെ മാറ്റിയിട്ട് ഞാൻ കാറിൽ ബ്ലൂടൂത്ത് വെച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ജോസഫ് സാർ പറയുന്ന സാറ് തന്നെയല്ലേ എന്നുള്ള അതേ വോയിസ് ഇങ്ങനെ ശങ്കർ ഇങ്ങനെ അടുത്ത മാസം ഞാൻ മോഹൻലാൽ സാറിനെ വെച്ച് ചെയ്യുന്ന ഒരു സിനിമയിൽ അങ്ങനെ ഒരു സംഭവമുണ്ട് കഥാപാത്രം. അപ്പൊ അത് ശങ്കറിനെ നേരിട്ടൊന്ന് കാണണം എന്നുള്ള സംഭവത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇത് ഇങ്ങനത്തെ ഒരു കഥാപാത്രമായതുകൊണ്ട് സാറും അതൊരു ആസ് എൻ ആക്ടറിനോട് സാറ് പറയുമ്പോൾ അങ്ങനെയാണ്. കാരണം അത് അങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്യാൻ ഒരു നടന് താല്പര്യമുണ്ടോ? തീർച്ചയായിട്ടും. കാരണം അതൊരു ഗ്രേ ഷെയ്ഡഡ് ക്യാരക്ടറാണ്. ഇത്തിരി സൈക്കോ ആണ്. മുമ്പത്തെ സാറിന്റെ സിനിമകളിലെ വില്ലന്മാരെ പോലെ അല്ല, ഇത്തിരി കൂടുതൽ സൈക്കോ ആണ് ആ ക്യാരക്ടർ. വളരെയധികം സെൽഫിഷ്. ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ടാവല്ലോ ഇറങ്ങിക്കഴിഞ്ഞ ഒന്ന് തല്ലാൻ തോന്നിയിട്ടുണ്ട്. അല്ല അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ അപ്പൊ ഞാൻ സാറിന്റെ അടുത്ത് അത് ചോദിച്ചായിരിക്കും. സാറപ്പോ ശങ്കർ അത് ചെയ്യാൻ ഓക്കെ ഞാൻ പറഞ്ഞതാണ്. ജിത്തു സാർ എന്ന് പറഞ്ഞ ഇത്രയും വലിയൊരു സ്റ്റോറി ടെല്ലറിന്റെ സിനിമയിൽ ഇത്ര ഒരു കഥാപാത്രം ചെയ്ത് എനിക്ക് അത് ആക്ടർ കൺവിൻസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതാണ് എൻ്റെ വിജയം എന്ന് ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു. സാറിന് സന്തോഷം. അപ്പോൾ സാറ് ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു അവന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആ ക്യാരക്ടർ ചെയ്യാൻ. കാരണം എനിക്ക് ആ കഥാപാത്രത്തിനോടല്ല ഇഷ്ടം. കാരണം എല്ലാവരുടെ ഉള്ളിലും ഒരു ഷെയ്ഡ് ഉണ്ട്, പല ഷെയ്ഡും ഉണ്ട്. എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലും ഞാനൊരു എന്താ പറയുക മൈക്കിളല്ല അങ്ങനെയൊന്നും ഒരാളല്ല. പക്ഷെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആസ് എൻ ആക്ടർ നമ്മൾ ചെയ്യുമ്പോഴാണ് മേ ബി നമ്മളുടെ കുറേ ഷെൽസും നമ്മളുടെ കുറേ ഇൻഹിബിഷൻസും ബ്രേക്ക് ആവുക. കാരണം ഞാൻ തീരെ അക്കസ്റ്റംഡ് ആയിട്ടില്ലാത്തൊരു ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണത്. അല്ലെങ്കിൽ ഞാൻ ഇതുവരെ പെരുമാറാത്ത രീതിയിൽ പെരുമാറുന്നവനാണ് ഒരു മൈക്കിൾ എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പൊ എനിക്കതൊരു പുതിയൊരു ഇതാണ്. കാരണം അവരെങ്ങനെയാണ് ഒരു വക്കീൽ അല്ലെങ്കിൽ മോഹൻലാൽ സാർ ചെയ്യുന്ന വിജയ് മോഹൻ എന്ന് പറയുന്ന വക്കീലിനോട് ഇവൻ കാണിക്കുന്ന ഹുങ്കാണ്. കാരണം ചില സമയത്തൊക്കെ നമുക്ക് ചെറിയ മൈനർ എക്സ്പ്രഷൻസ് ആണ്, അങ്ങനെ ദേഷ്യം വരും. അതൊക്കെ എങ്ങനെ മീൻസ് നമ്മളെ ക്യാരക്ടറായിട്ട് ഒരു ബന്ധമില്ലാത്ത അപ്പൊ എന്തെങ്കിലും ഒരു പ്രിപ്പറേഷൻസ് എന്തെങ്കിലും കാണുമോ അല്ലെങ്കിൽ സംസാരിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നു ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് ഈ ക്യാരക്ടറിന് വേണ്ടിട്ടോ? ഈ നേരുന്നുള്ള സിനിമയുടെ മാത്രമാണ് ചോദിക്കുന്നത്? ആ ഒരു മൈക്കിളിന് വേണ്ടി. മൈക്കിളിനോട് തീർച്ചയായിട്ടും അല്ല. ഞാനൊരു വക്കീലാണ്. അപ്പൊ എനിക്ക് ഇഷ്ടമാണ് അതിൽ പല കേസസും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ സീനിയറിൻ്റെ അടുത്ത് ഞാൻ അന്ന് ചോദിച്ചിട്ടൊക്കെ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളുണ്ട് ഒരുപാട് പേര്. അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ പല കോടതികളിലും ഇങ്ങനത്തെ കേസുകളൊക്കെ അവർ അതിനെപ്പറ്റി പറയാറൊക്കെ ഉണ്ട്. അത് വലിയ കാര്യമായിട്ട് എടുക്കാൻ നമ്മുടെ സബ് കോൺഷ്യസിലുണ്ട്.
പക്ഷേ ഈ ഒരു സംഭവം തീർച്ചയായിട്ടും അതിൻ്റെ സംവിധായകനും എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററായ ശാന്തിമായ ദേവി ചേച്ചി, അപ്പോൾ ഇവർ രണ്ടുപേരും ജിത്തു സാറും ഞാൻ അവരുടെ അടുത്ത് അത് തന്നെ ഒരു ക്ലാരിറ്റി ചോദിച്ചു. അപ്പോൾ നമ്മൾ മനസ്സിൽ രൂപം കണ്ട ഒരു സംഭവം ഉണ്ടല്ലോ, ഞാനത് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളേതായ ഒരു പ്രോസസ് ഉണ്ടാവില്ല, എല്ലാ ആക്ടേഴ്സിനുള്ള പോലെ. അതെ, എനിക്കറിയില്ല, അത് വലിയ മറ്റേ ഡാനിയൽ ഡേ ലൂയിസിന്റെ പ്രിപ്പറേഷൻ പോലത്തെ പ്രിപ്പറേഷൻ ഒന്നുമല്ല, മെത്തേഡ് ആക്ടിംഗ് ഒന്നുമല്ല, നമ്മളുടേതായ ഒരു മെത്തേഡ് അല്ല. ഡയറക്ടേഴ്സ് ആക്ടർ എന്ന് പറയുന്നതാണ് ശങ്കർ. എനിക്കിഷ്ടം അങ്ങനെ, എനിക്ക് നല്ല ഫിലിം മേക്കേഴ്സിലൂടെ വർക്ക് ചെയ്യാനാണ് എനിക്കിഷ്ടം. എന്നാലേ ഞാൻ നന്നാവുള്ളൂ, ആസ് എ ആക്ടർ നന്നാവുള്ളൂ തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ഇതുവരെ വർക്ക് ചെയ്ത എല്ലാ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. സിനിമ മാത്രമല്ല, പരസ്യങ്ങളും എനിക്ക് ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. വലിയ ബാനേഴ്സിൻ്റെ കൂടെ, വലിയ ഇന്റർനാഷണൽ ബ്രാൻഡ്സിൻ്റെ കൂടെ ഒക്കെ അസോസിയേറ്റ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോഴും പല വലിയ ടെക്നീഷ്യൻസിൻ്റെ കൂടെ, ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഡയറക്ടേഴ്സ് മാത്രമല്ല ടെക്നീഷ്യൻസും ഉണ്ട്, ഫിലിം മേക്കർ, സിനിമാറ്റോഗ്രാഫേഴ്സ്, ക്യാമറയിൽ പ്രവർത്തിക്കുന്ന പലരും, അസോസിയേറ്റ്സ്, മേക്കപ്പിലുള്ളവർ, ആർട്ടിലുള്ളവർ, കോസ്റ്റ്യൂംസ്, ലൈറ്റ് ബോയ്സ് അല്ലെങ്കിൽ പല പ്രൊഡക്ഷനിലുള്ള, പിന്നെ അവർക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ, അതാ പറഞ്ഞ ആരും നമ്മൾ നിസ്സാരവൽക്കരിക്കാൻ പറ്റുന്നില്ല, കാരണം ആരും നിസ്സാരക്കാരല്ല. അതെ, അവരൊക്കെ വർക്ക്, ഇപ്പോൾ ഒരു പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ചേട്ടൻ കണ്ടത്രയും സിനിമ ലൊക്കേഷൻ ഞാൻ കണ്ടിട്ടുണ്ടാവില്ല ആ ചേട്ടൻ. പക്ഷെ പുള്ളി എപ്പോഴും നിസ്സാരമായിട്ട് ലൈറ്റൊക്കെ പിടിച്ച് കട്ടൻ മുണ്ടാക്കി ഇട്ടിട്ട് കട്ടനൊക്കെ അടിച്ചിരിക്കുന്ന ആളായിരിക്കും. നമ്മൾ കാണുമ്പോൾ നിസ്സാരമായിട്ട് വിചാരിക്കും, പലരും അവരങ്ങനെ കാണും, പക്ഷെ അവരതല്ല, അവർ വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആണ്, വളരെയധികം പെർഫോമൻസസ് നേരിട്ട് കണ്ടവരാണ്. അപ്പോൾ പല പെർഫോമൻസസ് നന്നാവാൻ വേണ്ടിയിട്ട് അവരുടെ കോൺട്രിബ്യൂഷൻ ഫിസിക്കലി ആ ഫ്രെയിമിലില്ലെങ്കിലും അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ സിനിമ എന്ന് പറയുന്നത് നമുക്ക് നേടാൻ കഴിയാത്ത, അല്ലെങ്കിൽ നമുക്ക് ആകാൻ കഴിയാത്ത എന്തൊക്കെയോ നമുക്ക് ചെയ്തു തരുന്ന ഒരു ഫീൽഡാണെന്ന് പറയാറുണ്ട്. അപ്പം ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ഹരിക്കുമ്പളം ഒരു ക്രിക്കറ്ററായിട്ട് ചെയ്യാൻ പറ്റി, അതുപോലെ ചെയ്യാൻ ആഗ്രഹമുള്ളൊരു, ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്നു പക്ഷെ പറ്റിയില്ല, സിനിമയിൽ എനിക്കത് ചെയ്യണം, അങ്ങനെ ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടോ? തീർച്ചയായിട്ടും. ഞാനത് പുറത്ത് പറഞ്ഞത് സംഭവിക്കില്ല, അത് സംഭവിക്കുകയാണ് ചെയ്യാറ്. പുറത്ത് പറഞ്ഞാൽ ശരിയാവില്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, അതൊരു മാനിഫെസ്റ്റേഷൻ ആണല്ലോ. ഇപ്പൊ എനിക്ക് ക്രിക്കറ്റർ ആവണമായിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെ ഭയങ്കര അടിപൊളി സ്കൂളിൽ ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളാണ്. ഞാൻ വാസ് ആൻ ആവറേജ് ക്രിക്കറ്റർ ഇൻ സ്കൂൾ, ബട്ട് ഐ യൂസ് ടു പ്ലേ. ഞാൻ കളിക്കുമായിരുന്നു, ഞാൻ മുത്തൂട്ട് ഫെഡറേഷൻ, ഇപ്പോൾ ശ്രീശാന്ത് ചേട്ടനൊക്കെ നമുക്ക് ട്രെയിനിങ് ഒക്കെ തന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെ കുറച്ചൊക്കെ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്, സ്കൂളിൽ കോളേജിലൊക്കെ ചെറുതായിട്ട് കളിക്കുമായിരുന്നു. പക്ഷെ ഭയങ്കര ഇൻക്രെഡിബിൾ ക്രിക്കറ്റർ ആയിരുന്നില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഐ വോണ്ട് പ്ലേ ആൻ IPL. പക്ഷെ അത് എനിക്കൊന്നും ലോക സിനിമയിൽ ഒരേ ഒരു IPL കളിച്ച ആക്ടർ ഞാനായിരിക്കും, വേറെ ആരും പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഒരു സിനിമയിൽ വേറെ വെബ് സീരീസിലൊക്കെ വന്നിട്ടുണ്ടാവും, ആദ്യമായിട്ട് വന്നൊരു സിനിമ രക്ഷാധികാരി ആയിരിക്കും ഇത് കാണിക്കുന്ന ഒരു വിഷ്വൽ, ഒരു IPL അല്ല. അതിൽ ആ നിന്ന് പ്രസംഗിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നൊരു പ്രൗഡ് മൊമെന്റ് ഉണ്ടല്ലോ. ശങ്കറിന്റെ ലൈഫിലേക്ക് വരുമ്പം നമ്മൾ കുറെ കാര്യങ്ങൾ നേടിയെന്ന് പ്രൗഡായിട്ടുള്ളൊരു മൊമെന്റ്. ഇപ്പം ലൈക്ക് സലീം കുമാർ ചേട്ടനൊരു സിനിമയിൽ തിയേറ്ററിൽ ഇരുന്നിട്ട് കാണുന്നില്ലേ, ചുറ്റും നോക്കി എന്നെ കാണിക്കുന്നു, അത്ര ഒരു പ്രൗഡ് മൊമെന്റ് സിനിമയിലായാലും പുറത്തുനിന്നായാലും ഏതായിരുന്നു? സിനിമയിലായാലും അല്ലേ, ഞാനതാ പറഞ്ഞ അങ്ങനെ ഒരു സംഭവം മനസ്സിൽ ഇല്ല, വെക്കാൻ ശ്രമിക്കാറില്ല. കാരണം ഉണ്ട്, നമ്മളിപ്പോൾ വീട്ടുകാരെ സന്തോഷിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അവർക്ക്, ഞാൻ പൊതുവെ ഈ സിനിമ നടന്ന കഥയൊന്നും ആരും പറയാറില്ല, എന്താണ് ക്യാരക്ടർ. ഇപ്പം മൈക്കിൾ എന്ന് പറഞ്ഞ സംഭവം ആർക്കും അറിയില്ലായിരുന്നു ഇറങ്ങിയപ്പോൾ. ഇപ്പം രക്ഷാധികാരിയും എൻ്റെ അച്ഛനും അമ്മയ്ക്കൊന്നും ഞാൻ കഥ പറഞ്ഞിട്ടില്ല, ഞാൻ ഈ സിനിമ, കാരണം ആർക്കും അറിയില്ലായിരുന്നു. ഇവൻ എൻ്റെ 2-3-4 ഫാമിലി ആൾക്കാർ ഒഴിച്ച് ബാക്കി ആർക്കും ആ സംഭവം എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. ഞാനാണത് അവരുടെ അടുത്ത് പിന്നെ സിനിമ തിയേറ്ററിൽ കണ്ടപ്പോഴാണ് അവരത് അറിയുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവർ ആ ഒരു തിരിച്ചറിയുന്ന നിമിഷമായിരിക്കാം ചിലപ്പോൾ ഭയങ്കര മെമ്മറബിൾ. അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്കൂളിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് പോയ സമയത്ത് അവിടെ സ്പീച്ച് കൊടുത്തു. ആ ഒരു ടൈപ്പ് നമ്മൾ എന്തൊക്കെയോ ആവണം എന്ന് ആഗ്രഹിച്ചിട്ട് പിന്നെ തിരിച്ച് അവർ സ്കൂളിലേക്ക് എന്നെ ഡിബാർ ചെയ്ത പ്രിൻസിപ്പൾ എന്നെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചു എന്ന് പറയുന്നത് ഒരു മറ്റേ മധുര പ്രതികാരമായിരുന്നില്ല. അല്ല, പ്രതികാരമല്ല, അതൊരു സന്തോഷമാണ്. പ്രതികാരം നമ്മൾ ആരോട് പ്രതികാരിക്കാത്ത, ചിരിച്ചതിന് സസ്പെൻഡ് ചെയ്തു. ഞാനൊരു പരിപാടി ചിരിച്ചു കൊളാക്കി. അപ്പൊ അലമ്പായിരുന്നു, നിഷ്കളങ്കനായിട്ട് ചിരിച്ചിട്ടാണ് ഡിബാർ ചെയ്തത്. ഇവര് വന്നിങ്ങനെ തോണ്ടി, അപ്പൊ ഞാൻ ക്ലാസ്സിൽ ഏതോ ഫ്രണ്ടാണ് ഇത് തട്ടിക്കളത്, പ്രിൻസിപ്പൾ ആയിരുന്നു ആക്ച്വലി, കൈ തട്ടിക്കളത്. അല്ല, അതൊക്കെ ആ ഒരു പ്രായത്തിൽ, അല്ല നമ്മൾ ആരും ഉപദ്രവിക്കുക, തലയിലിട്ട് കല്ലടിക്കുക, അങ്ങനെ ഒരു പരിപാടി ഉപദ്രവം ചെയ്തിട്ടില്ല ആരും. അങ്ങനെ ഉപദ്രവിക്കാറുമില്ല, അങ്ങനെ ഒരു പ്രകൃതമല്ല എനിക്ക്, അങ്ങനെ ആൾക്കാരെ ഉപദ്രവിക്കാറില്ല. അപ്പോൾ സിനിമയാണ് പാഷൻ ശങ്കറിന്റെ, പക്ഷെ അതിന്റെ പുറകിൽ നമുക്ക് ബൈ പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ അഡ്വക്കേറ്റും കൂടെയാണ്. അതിലേക്കുള്ള വഴി എങ്ങനെയാണ്? എനിക്ക് നിയമം പഠിക്കണം, ഞാൻ പ്രൊഫഷണൽ ഒരു ആക്ടറും കൂടിയാണ്. ആക്ടറും ആണ്, അറ്റ് ദ സെയിം ടൈം അഡ്വക്കേറ്റ് ആണ് അല്ലേ? അപ്പം അതെങ്ങനെയായിരുന്നു? അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ പാഷനേറ്റ് ആയിരുന്നു ഒരു അഡ്വക്കേറ്റ് ആവണം എന്നുള്ളത്. കാരണം എൻ്റെ ഗ്രാൻഡ് ഫാദർ അഡ്വക്കേറ്റ് ആയിരുന്നു, അതിന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. പക്ഷേ തീർച്ചയായിട്ടും സിനിമകൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഒരുപാട് വേറെ സിനിമകൾ, ഇംഗ്ലീഷ് സീരീസും. അതെ, തീർച്ചയായിട്ടും മലയാളത്തിൽ വരുമ്പോൾ എനിക്കൊന്ന് മമ്മൂട്ടി സാറായിരിക്കും ഇത്രയും കൂടി
അത്തരം വേഷങ്ങൾ കൂടുതൽ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സിനിമയാണ്, അദ്ദേഹം ജീവിതത്തിലെ ഒരു അഭിഭാഷകനാണ്. അപ്പം ഈ ഒരു നമ്മൾ പണ്ട് കാലത്ത് കണ്ടുകൊണ്ടിരുന്ന സിനിമകളിൽ കോടതി മുറികളിൽ ഭയങ്കര ഷൗട്ട് ചെയ്ത്, ഇപ്പം ഈ നന്ദഗോപാൽ മാരാരുടെ ക്യാരക്ടർ ആണെങ്കിൽ ഭയങ്കര പഞ്ച് ഡയലോഗൊക്കെ പറഞ്ഞിട്ടില്ല. അപ്പം അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര കൗതുകം വരും. പക്ഷെ പഠിച്ച് കോടതി മുറി ഇങ്ങനെയൊന്നും അല്ല എന്നറിഞ്ഞപ്പോൾ എന്തായിരുന്നു ഫീലിംഗ്? അല്ല, ഞാൻ ആ കോടതി കയറുന്നതിന് മുമ്പ് ഞാൻ സിനിമ കയറിയിരുന്നു. എൻ്റെ സെക്കൻഡ് ഇയർ ആയപ്പോൾ ഞാൻ രക്ഷാധികാരി ചെയ്തിരുന്നു. അപ്പം ഞാൻ ആക്ച്വലി ലോയർ ആവുന്നതിന് മുമ്പ് ഐ വാസ് എ ആക്ടർ. അങ്ങനെ പറയുമ്പോൾ വീട്ടുകാർക്ക് സന്തോഷം എപ്പോഴും. ഇന്നലെ ആയാലും ഇപ്പൊ അച്ഛൻ ഇന്നലെ വീട്ടിൽ ഗസ്റ്റ് വന്നാൽ അച്ഛൻ പറഞ്ഞാൽ ഹൈക്കോർട്ട് ലോയറാണ്. പക്ഷെ ഇപ്പൊ സിനിമ മാത്രമേ ചെയ്യുന്നത്. മൂപ്പർക്ക് അതായിരിക്കും സന്തോഷം, അച്ഛൻ അതായിരിക്കും. പക്ഷെ അച്ഛൻ വേറെ ഹാപ്പിനെസ് അല്ല. നമുക്കപ്പോൾ തിരിച്ചു പോകാൻ വി ഹാവ് എ സ്പേസ് എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. ഇപ്പൊ എനിക്ക് ഏറ്റവും സന്തോഷം ഈ നേരെ തുടങ്ങിയ ദിവസം ഞാൻ ജഗദീഷ് ചേട്ടൻ ആദ്യം പരിചയപ്പെട്ടപ്പോൾ ജഗദീഷ് ചേട്ടൻ എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യങ്ങളാണ്. അദ്ദേഹം ഒരു ബാങ്ക് മാനേജറായിരുന്നു, പ്രൊഫസറായിരുന്നു. അദ്ദേഹം ഒരു MG യൂണിവേഴ്സിറ്റിയിലെ റാങ്ക് ഹോൾഡർ ആയിരുന്നു ഇക്കണോമിക്സിൽ. എനിക്കൊന്ന് ആ റാങ്ക് ഇതുവരെ ആരും ഇത് പൊളിച്ചിട്ടില്ല. അത്രയ്ക്ക് ഒരു അക്കാഡമീഷ്യൻ ആണ്, ഒരു അക്കാഡമിക് വാല്യൂ ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ് ജഗദീഷ് ചേട്ടൻ, ആക്ടർ ജഗദീഷ് ചേട്ടൻ. അപ്പോൾ അദ്ദേഹം ഞങ്ങൾ എന്താണ് പഠിച്ചത്? അപ്പോൾ ഞാൻ ഇതാണ് പറഞ്ഞപ്പോൾ എൻ്റെ PG സൈബർ ലോയിലാണ്, ഇതിലാണ്, ഹൈക്കോർട്ട് ലോയറാണ്. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞു. അദ്ദേഹത്തിനൊരു അദ്ദേഹത്തിൻ്റെ അടുത്ത് അപ്പം അദ്ദേഹം ഇപ്പോഴും നമ്മളോട് അങ്ങനെയാണ്. അതൊരു ഇതല്ല, അദ്ദേഹം അത്ര വലിയ സീനിയറാണ്. എനിക്കൊന്ന് മലയാളം ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ 40 years ആയി അദ്ദേഹം. മൈഡിയർ കുട്ടിച്ചാത്തൻ ഇറങ്ങിയിട്ട് 40. ഞാൻ ഇപ്പം ഞാൻ വിളിച്ചോളൂ അദ്ദേഹത്തിന്. മൈഡിയർ കുട്ടിച്ചാത്തനാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ. അപ്പോൾ അത് 1984 ഇറങ്ങിയ സിനിമയാണ്. അപ്പോൾ അദ്ദേഹം അതാണ് പറഞ്ഞത്. കാരണം ശങ്കർ, യു ഹാവ് സംതിങ് വിത്ത് യു. അപ്പം ഇത് ഫോക്കസ് ഇപ്പോൾ ആന്റണി പെരുമാവൂർ ചേട്ടൻ്റെ അടുത്ത് പറയുമ്പോഴും അദ്ദേഹം ഇത് പറഞ്ഞിരുന്നു. അങ്ങനെയല്ല, ഇവന് തിരിച്ചൊരു പരിപാടിയുണ്ട്. അപ്പം അത് സീനിയേഴ്സിൻ്റെ കേൾക്കുമ്പോഴും നമുക്ക് നല്ലൊരു കാര്യമാണ്. ഇവൻ ഫാമിലിയുടെ കേൾക്കുമ്പോഴും ഇവൻ പുറത്തുള്ള ആൾക്കാരായാലും ഇവൻ അഡ്വക്കേറ്റ്സ് വന്ന് നമ്മുടെ സംസാരിക്കുമ്പോൾ ഇപ്പം എൻ്റെ സീനിയറിനും അതൊരു നല്ല കാര്യമാണ്. അവർക്കും അത് പറയാമല്ലോ. കാരണം ഇവൻ പ്രാക്ടീസ് ചെയ്തിരുന്നു. പക്ഷേ ഇവൻ്റെ പാഷൻ ആൻഡ് ഹി വാസ് ഫൈൻഡിങ് സ്പേസ് അല്ലേ. പക്ഷേ അത് എല്ലാവർക്കും കിട്ടുന്നൊരു ഇതല്ല, ഓപ്പർച്യൂണിറ്റി കിട്ടണം. അതാണ്. അത് കിട്ടുമ്പോൾ നമ്മളത് അതിനു വേണ്ടി പോകണം. തീർച്ചയായിട്ടും നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിറകെ പോകണം. അതങ്ങനെയാണല്ലോ. ഞാൻ പോസ്റ്റുകൾ നോക്കിയ സമയത്ത് ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. മേ ബി എന്നെ ഒരു അക്കാഡമിക് ലെവലിൽ എന്നെ പഠിപ്പിച്ചത് യാത്രകളായിരിക്കാം. അക്കാഡമിക് ലെവൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര അക്കാഡമിഷ്യൻ എന്നല്ല, ഞാൻ പറഞ്ഞ എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് വേണമല്ലോ. അത് ചിലപ്പോൾ യാത്രകളിലായിരിക്കും സംഭവിച്ചാൽ. അത് ഞാൻ മറ്റേ PhD എടുത്തൊന്നുമല്ല, ഞാൻ കഷ്ടപ്പെടുന്നതൊന്നും എടുത്തിട്ടില്ല. യാത്രകളാണ് നമ്മളെ ഒരുപാട് പഠിപ്പിക്കുന്നത്. അതെ, കൾച്ചർ. അതെ, നമ്മൾ ലോകം കാണുന്നത് യാത്രയിലൂടെയാണ്, ആൾക്കാരെ കാണുന്ന യാത്രയിലൂടെയാണ്, പെരുമാറ്റങ്ങൾ കാണുന്ന യാത്രയിലൂടെയാണ്, സംസ്കാരം കാണുന്ന യാത്രയിലൂടെയാണ്, ഭക്ഷണം അറിയുന്നത് യാത്രയിലൂടെയാണ്. പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പേസ്, അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ നിർവാണ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഞാൻ നോക്കുമ്പോ കുറെയൊക്കെ കാശി ആ ഒരു ഞാൻ ഇത്രയും കൂടുതൽ ഞാൻ ഡെറാഡൂണിലാണ് എൻ്റെ കോളേജ് പഠനം, UG കോളേജ് പഠനം ചെയ്തത്. സോ അതിന്റെ ഭാഗമായിട്ട് ഡെറാഡൂൺ ഇസ് ദ ഫുഡ് ഹിൽസ് ഓഫ് ഹിമാലയാസ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഓൾ അറൗണ്ട് ഇന്ത്യ അങ്ങനെ പോകാൻ സാധിച്ചിട്ടുണ്ട്. നേപ്പാൾ, ടിബറ്റ്. അപ്പം ഞാൻ വിചാരിക്കാൻ എൻ്റെ അടുത്ത യാത്ര ആയിരിക്കും എൻ്റെ ഏറ്റവും സ്വപ്നം കാണുന്ന യാത്ര. അപ്പോൾ അതങ്ങനെ ആവട്ടെ. അത് ഞാനതാ, ഐ എം നോട്ട് എ പ്ലാൻ ട്രാവലർ. ഐ ഡോണ്ട് പ്ലാൻ. ഒറ്റയ്ക്ക് പോകുന്നതാണ് അതും ഇഷ്ടമാണ്. അതാണ് കൂടുതൽ ഇഷ്ടം. കാരണം അതാണ് കൂടുതൽ പഠിപ്പിക്കുക. കാരണം നമ്മൾ 3-4 പേര് പോകുമ്പോൾ നമ്മൾ ഇവൻ പറഞ്ഞു അവൻ പ്ലാൻ ചെയ്യും, ഇതാകുമ്പോൾ നമ്മൾ തന്നെ പ്ലാൻ ചെയ്യാം. ഇറ്റ്സ് എ ലേണിംഗ് ആൻഡ് അൺലേണിംഗ്. ഇപ്പോൾ സിനിമയിലൊരു കഥാപാത്രം ഞാൻ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും കാരണം നമ്മളൊരു പഠിക്കുക, അതല്ല റിപ്പീറ്റ് ചെയ്യണം. നമ്മൾ അത് അൺലേൺ ചെയ്യാൻ പറ്റുമെങ്കിൽ, അത് നമ്മുടെ കുറേ ഇൻഹിബിഷൻ ഉണ്ടെങ്കിൽ അത് അൺലേൺ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ഞാൻ മെച്ചപ്പെടും. എൻ്റെ ഒരു പ്രോസസ്സ് ഞാൻ മെച്ചപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് എത്രത്തോളം പോസിബിൾ ആണെന്ന് എനിക്കറിയില്ല. പക്ഷേ അപ്പോൾ നമുക്കത് വേറെ രീതിയിൽ അത് കാണാൻ പറ്റും. അപ്പോൾ ചില സമയങ്ങളിൽ നമുക്കത് എഴുതാൻ തോന്നും. അപ്പോൾ അത് എഴുതാൻ തോന്നുമ്പോൾ ഞാനിങ്ങനെ എഴുതാറുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാറുള്ളത്, നല്ലതാണെങ്കിൽ. അങ്ങനെ കുറച്ച് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചിലത് ഏതൊരു പത്രം ഇതേപോലെ അത് കമ്പൈൽ ചെയ്തിട്ട് എൻ്റെ കുറച്ച് യാത്രകളായിട്ടൊക്കെ ഒരു ഫീച്ചറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് സൗണ്ടിനെ പറ്റി ആരെങ്കിലും പറയാറുണ്ടോ? എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന അർജുൻ ദാസിന്റെ ഒരു സൗണ്ട് ഭയങ്കര ബാസ് ഒക്കെ ഉള്ളേ. ബസ് ഇപ്പൊ കൂടി തൊണ്ടവേദന. അപ്പൊ അത് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അത് ഈ വോയിസ് മോഡുലേഷനെ പറ്റിയൊക്കെ ആൾക്കാർ ഇപ്പൊ സിനിമ കണ്ടിട്ട് ആൾക്കാർ രക്ഷാധികാരി സമയത്തും ആ പ്രസംഗത്തിന്റെ സാധനവും ആൾക്കാർ ഭയങ്കര അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നേരിന്റെ ഭയങ്കരമായിട്ട് ആൾക്കാർ ആ ഇന്റർവെൽ സീക്വൻസിനെ കുറിച്ചൊക്കെ. ഇപ്പം മലയാളത്തില് 2 ബിഗ് എംസിന്റെ കൂടെ ആക്ട് ചെയ്ത് പറയാൻ എനിക്ക് തോന്നുന്നു കടുകണ്ണാവ മനോരഥങ്ങളില് കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നില്ല. ഭീഷ്മ, യെസ്, ഞാൻ അതിലേക്ക് വരുമായിരുന്നു. അല്ല, അല്ലാതെ നമുക്ക് എനിക്ക് തോന്നുന്നു എന്റെ ആദ്യമായിട്ട് രക്ഷാധികാരി കഴിഞ്ഞ് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തൊരു സൂപ്പർ സ്റ്റാർ സൂപ്പർ മെഗാസ്റ്റാർ മമ്മൂട്ടി സാറായിരിക്കും. അത് നമുക്ക് നല്ലതാണ്, ഒരു ഗുരുതുല്യരായിട്ട് കാണുന്നത്. കാരണം ഇവർ രണ്ടുപേരുമാണ് ഏകദേശം എന്നെ ഇൻസ്പയർ ചെയ്തത്. ഇപ്പം ഞാൻ കണ്ട സിനിമകളും ഇവരുടെ സിനിമകളും അല്ലെങ്കിൽ ഇവരുടെ ഒരു ഇന്റർവ്യൂസ് ആയിരിക്കും നമ്മൾക്ക് ഉള്ളിൽ ആസ് എൻ ആക്ടർ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് ഒരു ഹ്യൂമൻലി പോസിബിൾ ആണെന്ന് നമുക്ക് തോന്നാത്തത്. ഇവരെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഓക്കെ ഇത് ഹ്യൂമൻലി പോസിബിൾ ആണ്. കാരണം ഇവർ ചെയ്തു വെച്ച കഥാപാത്രങ്ങളൊക്കെ നോക്കുമ്പോൾ ശരിക്കും ഈ വേറെ ഇൻഡസ്ട്രിയിൽ ഇത്രയും 400-500 ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്ത ആക്ടേഴ്സ് എസ്പെഷ്യലി ഉണ്ട്. ഇവിടെ പറയുന്ന സാറൊക്കെ അതിനപ്പുറം ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ആ സമയത്തെ പ്രൊഡക്ഷൻ സ്പേസ് കുറവായിരുന്നു, ഡേറ്റ്സ് ഓഫ് ഷൂട്ട്സ് കുറവായിരുന്നു.
പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു വലിയ ലെവലിൽ ഇത്രയും സിനിമകൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ഭയങ്കര ഒരു ഹ്യൂമൻലി ഇമ്പോസിബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ഇവർ ചെയ്ത് വെച്ചേക്കുന്നത്. അത് അവരുടെ എക്സ്പീരിയൻസ് ആണ്, അത് അവരുടെ ഒരു ഹാർഡ് വർക്കാണ്, കമ്മിറ്റ്മെൻ്റ് ആണെന്ന് വിശ്വസിക്കുന്നു ഞാൻ. അതൊരു ഒരു ബ്ലെസ്സിങ് ആണ് അവരുടെ. അത് അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നമുക്കൊരു ഇൻസ്പയറിംഗ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരോട് വർക്ക് ചെയ്യുമ്പോൾ സിനിമ ഒരു പാഷനായിട്ട്, അതായത് ഇതാണ് എൻ്റെ വഴി എന്ന് തോന്നിയ ആ ഒരു മൊമെന്റ് ഏതായിരുന്നു? ഞാനത് വഴിയായിട്ടിരിക്കുമ്പോൾ അല്ല, അതാ ഞാൻ പറഞ്ഞു, ഇങ്ങനെ പലരുടെ ഒപ്പീനിയൻ കേൾക്കാതിരിക്കുമ്പോൾ എനിക്കത് എൻ്റെ വഴിയാണ്. കാരണം പലരും പല ഒപ്പീനിയൻ വന്ന് പറയും, വീട്ടുകാർ പറയുന്നതാണ്, കുടുംബക്കാർ, ഒരു പരിചയമില്ലാത്ത അമ്മമാരൊക്കെ വന്ന് ഡയലോഗ് അടിച്ചിട്ട് പോകും. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അവർക്ക് ചെവി കൊടുക്കാതിരിക്കുക, ചെവി കൊടുക്കണം, റെസ്പെക്ട് ചെയ്യണം. ഞാൻ പക്ഷെ ശ്രദ്ധിച്ചെന്താന്ന് വെച്ചാൽ ഈ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ സംഭവിച്ച ഒരു മാറ്റമുണ്ട്. എല്ലാവരും UK, കാനഡ, മറ്റേ പിന്നെ അമേരിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഇറ്റലി, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, എല്ലാവരും പോയി. അപ്പൊ ഞാനിങ്ങനെ അവരുടെ സുഹൃത്തുക്കളുണ്ടല്ലോ, അപ്പൊ ഞാനിങ്ങനെ അവരെൻ്റെ അടുത്ത് പണ്ട് നമ്മുടെ സുഹൃത്തുക്കളായിരുന്നു. ഞാൻ അവരെ താഴ്ത്തി പറയില്ല, അവരുടെ കുടുംബത്തിനെ താഴ്ത്തി പറയില്ല. പക്ഷെ അവർ നമ്മൾ സ്വപ്നങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ സൗഹൃദത്തിൽ. നമ്മളിങ്ങനെ ഫുഡ് കഴിക്കുമ്പോഴൊന്നും കൂടെ പഠിക്കുമ്പോഴൊക്കെ. അപ്പൊ പക്ഷെ അവർ വലിയ ഇതൊക്കെ പറയും. പക്ഷെ ഒരു പരിധി കഴിയുമ്പോൾ ഇപ്പൊ അവര് കെൻഡക്കി ഫ്രൈഡ് ചിക്കനിൽ ചിക്കൻ കൊടുക്കാനും അല്ല, എനിക്കത് ഭയങ്കര വിഷമമുണ്ട്. കാരണം അവിടത്തെ ഒരു എന്താ പറയുക, ഒരു ക്ലറിക്കൽ ജോബിനേക്കാളും താഴെയുള്ള ജോബാണ് അവരവിടെ ചെയ്യുന്നത്. പക്ഷെ ദേ ഗെറ്റ് പെയ്ഡ് ദേ സേ, ബട്ട് അവരവരുടെ സ്വപ്നമല്ല ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എനിക്കത് വിഷമമുണ്ട്. ചിലപ്പോൾ അതൊക്കെ ഒരു ചിലവരുടെ വർത്തമാനം ചിലവരെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട്. അത് ചിലർ വന്നിങ്ങനെ വെറുതെ ഒരു കാര്യമില്ലാതെ വെറുതെ ഇങ്ങനെ മണി അടിച്ചിട്ട് പോകാന്ന് പറഞ്ഞാൽ മോശമല്ലേ? ഇപ്പൊ ഒരു കഴിവുള്ളൊരു പയ്യൻ, പിന്നെ ഇപ്പൊ എനിക്ക് തന്നെ അധികം കിടറുണ്ട്. ഞാൻ ചെവി കൊടുക്കാറില്ല, കാരണം എനിക്കറിയാം അത് എൻഡ് ഓഫ് ദി ഡേ നമ്മൾ മാത്രമേ കുഴിയിൽ വീഴുള്ളൂ. നമ്മൾ മരിക്കുമ്പോൾ ഇവരൊന്നും വന്ന് കുഴിയിൽ, നമ്മൾ ജനിച്ചപ്പോഴും ഗർഭപാത്രത്തിൽ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്, മരിക്കുമ്പോഴും ശവപ്പെട്ടിയിലേക്കോ അല്ലെങ്കിൽ ചതിരിലേക്ക് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. റെസ്പെക്ട് ചെയ്യണം, പക്ഷെ ഭരിക്കല്ല ആൾക്കാരങ്ങനെ. they don't know your journey. People don't know how you came. People don't know who you are. They might know you because you are a relative. ഒരു അമ്മാവൻ്റെ മോനോ കൊച്ചമ്മയുടെ മോനോ ആണെങ്കിൽ അറിയാം, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ കുട്ടൻ്റെ മോനോ. ചില സമയത്തൊക്കെ ചിലവരൊക്കെ വന്ന് എന്താണ് പുതിയ സിനിമയൊന്നുമില്ല എന്നൊക്കെ ചോദിക്കും. ആദ്യം കേൾക്കുമ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കും, എന്നാ പിന്നെ ഒരു സിനിമ നിങ്ങൾ ആന്റി ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തോ, ഞാൻ അഭിനയിക്കാന്ന് പറയും. കാരണം അവരുടെ വിചാരം ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാക്കാം, ചുമ്മാ മരം കുലുക്കിയ പൈസ കിട്ടും. ഒരു വലിയൊരു പ്രൊഡ്യൂസറിന്റെ കഷ്ടപ്പാടും അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നമായിരിക്കും ഇത്രയും വലിയ ഫണ്ട്, കുറെ ആർട്ടിസ്റ്റ് അല്ലേ, എത്ര പേര് അതിൽ അസംബിൾ ചെയ്യണം. അപ്പം അതെന്താണെന്നറിയാതെ ആൾക്കാർ സംസാരിക്കുമ്പോൾ അത് പലർക്കും വിഷമം വരുന്നുണ്ട്. അങ്ങനെ പലരും ഇവിടുന്ന് മൂവ് ഓൺ ചെയ്ത് അവരുടെ സ്വപ്നം അവർ ത്യജിച്ച് വേറൊരു ക്ലറിക്കൽ ജോബിനേക്കാളും താഴെയുള്ള ജോബ്സ് ആണ് പലരും ചെയ്യുന്നത്. അത് ക്ലീനിങ് അല്ല, ഞാനത് അവരെ ഡിസ്റെസ്പെക്ട് ചെയ്തല്ല പറയാം, അവർ ഡിസ്റെസ്പെക്ട് ചെയ്യല്ല. ഞാൻ വിത്ത് ഓൾ റെസ്പെക്ട് അവരവരുടെ സ്വപ്നം ചിലപ്പോൾ വഴിയിൽ വെച്ച് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഐ എം ഗ്രേറ്റ്ഫുൾ ടു മൈ ഫാമിലി. എൻ്റെ അച്ഛനും അമ്മയും നന്ദിയുണ്ട്, കാരണം അവർ എൻ്റെ കൂടെ വിശ്വസിച്ച് നിന്നു ഒരു പരിധി വരെ. ബട്ട് സ്റ്റിൽ അവരെ വരെ തളർത്തുന്ന രീതിയിലെ ചോദ്യങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഇത് നമ്മളോട് ഇത്ര സ്നേഹമുണ്ട് അവർക്ക്, എന്തൊരു കെയർ ഏട്ടന്മാരാണ്. അതെ, അപ്പൊ ഒരു പരിധി വരെ ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു കുട്ടിക്ക് അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാത്തവരുണ്ട്. അപ്പോൾ നോക്കണം ഈ കുട്ടി. ഇപ്പൊ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ അക്കാഡമിക് ഞാൻ കംപ്ലീറ്റ് ചെയ്തു, അത് ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ടില്ല. ഞാൻ ആ സമയത്ത് വന്ന സിനിമകൾ കുറെ ചെയ്തില്ല, നായകൻ സിനിമകൾ വരെ വന്നിരുന്നു, ഷാദിഗരി. പക്ഷെ ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് സിനിമകൾ ചെയ്തു. എനിക്ക് എൻ്റെ ഒരു ബന്ധം, ഇൻഡസ്ട്രിയുമായിട്ടുള്ള ഒരു ബന്ധം വിട്ടുപോകാതിരിക്കാനുള്ള ഇതിനുള്ള ബന്ധത്തിന് വേണ്ടിയിട്ട് ഞാൻ തീർച്ചയായിട്ടും സിനിമകൾ ചെയ്തു. പക്ഷെ ഞാനത് അക്കാഡമിക് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തു, അത്യാവശ്യം നന്നായിട്ട് പഠിച്ച് കോളേജിൽ നിന്ന് പാസ് ഔട്ടായി, അത് കണ്ടിന്യൂ ചെയ്തു, പ്രാക്ടീസ് എൻറോൾ ചെയ്തു. പക്ഷെ പിന്നെയും ഈ തൊഴുത്തിലിട്ട ആടിനെ കുത്തുന്ന പോലെ കുത്തേണ്ട കാര്യമില്ലല്ലോ. അല്ല, കുത്തേക്കൂല, പക്ഷെ കുത്തട്ടെ. തീർച്ചയായിട്ടും അതൊരു വളമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. നമ്മളുടെ പശുത്തൊഴുത്തിൽ അതൊരു വളമായിട്ട് കൊടുക്കുക. ആ വളം അത് ചാണകമായിട്ട് നമ്മൾ പുല്ല് വളക്കട്ടെ. ഇപ്പം ഒരു സിനിമയിൽ അഭിനയിച്ചാൽ തന്നെ ഇപ്പൊ പറഞ്ഞ പോലെ നാട്ടുകാർ അവൻ പൈസക്കാരനായി അല്ലെങ്കിൽ ഭയങ്കര സാലറി, അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുമല്ലോ. അപ്പം അപ്പാർട്ട് ഫ്രം ദാറ്റ് ഫസ്റ്റ് കിട്ടിയ സാലറി എത്രയായിരുന്നു ആക്ടിങ് ഇതിലേക്ക് വന്നപ്പോ? ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ നിന്നതോ? അതായിരുന്നു ഫസ്റ്റ് സാലറി ആയിട്ട് കിട്ടിയത്. ആദ്യം സിനിമയാണ്. ആദ്യമായിട്ട് ഞാനൊരു ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നത് ബിജു മേനോന്റെ കൂടെ രക്ഷാധികാരിയിൽ ഹരിക്കുമ്പളത്തിന്റെ. അപ്പൊ അതിന്റെ ആദ്യത്തെ സിനിമയാണ്. സോ ബേസിക്കലി എന്റെ രക്ഷാധികാരി ഇറങ്ങിയ ദിവസമായിരുന്നു ഞാൻ വാഗമണിൽ പരസ്യം ചെയ്യുന്നത്. അന്നൊരു പരസ്യം ചെയ്യാൻ ഭാഗ്യം കിട്ടി. അത് ഇറങ്ങിയ ദിവസം ഞാൻ വാഗമണിലായിരുന്നു. അന്ന് രാത്രിയോ പിറ്റേ ദിവസം രാവിലെയോ ഞാൻ രക്ഷാധികാരി തിയേറ്ററിൽ കാണുന്നത്. അന്ന് രാത്രിയാണോ പിറ്റേ ദിവസം രാവിലെ എനിക്ക് ഓർമ്മയില്ല, ആണ് ഞാൻ രക്ഷാധികാരി തിയേറ്ററിൽ കാണുന്നത്. അപ്പോൾ എൻ്റെ വീട്ടുകാർ അമ്മ എന്തോ കണ്ടു കഴിഞ്ഞു, അമ്മയും ചേച്ചി കണ്ടു കഴിഞ്ഞു, അച്ഛൻ കണ്ടോ എനിക്ക് ഓർമ്മയില്ല, എൻ്റെ ഫ്രണ്ട്സ് ആരൊക്കെയോ കണ്ടു. അപ്പോൾ അതാണ് എനിക്കുള്ള എക്സ്പീരിയൻസ്. അപ്പോൾ ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആൾക്കാരെന്നെ വിളിച്ചു പറയുന്നതാണ് എനിക്കുള്ള ഒരു വാഗമണിലൊരു എന്തൊരു സിമെൻറ്റ് കമ്പനിയുടെ ഒരു വലിയൊരു ഇൻ്റർനാഷണൽ വലിയൊരു കമ്പനി, അതൊരു തമിഴിലൊരു വലിയ ഡയറക്ടറായിരുന്നു ഡയറക്റ്റ് ചെയ്തത്.
അപ്പോൾ അത് ചെയ്യുമ്പോൾ അവിടുത്തെ പ്രൊഡക്ഷൻ കൺട്രോളർ ചേട്ടനാണ് ഇപ്പോൾ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ് കിച്ചു ചേട്ടൻ എന്ന് പറയുന്നത്. മൂപ്പരാണ് ഇങ്ങനെ വിളിച്ച് പറയണടാ പടം ഹിറ്റായടാ നന്നായിട്ട്. എന്നിട്ട് മൂപ്പര് ഡയറക്ടറിൻ്റെ അടുത്ത് അപ്പോൾ എനിക്ക് എന്തൊരു സാമാന്യം ചെറിയ റോളായിരുന്നു, ഞാനൊരു വൈരും ഉണ്ടായിരുന്നു. അപ്പൊ ഇത് പടം ഹിറ്റായെന്ന് പറയുമ്പോൾ ഞാൻ നായകൻ, അപ്പൊ മറ്റേ സൈഡ് എല്ലാം പെട്ടെന്ന് എല്ലാം ചെലവടെ പടം ഹിറ്റായി. ഓക്കെ ഫ്ലിപ്പ്. എനിക്ക് പൊക്കം കുറവാണ്, അവർ ഇത്തിരി പൊക്കം കൂടുതലായിരുന്നു. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എന്തായാലും അറിയാം, ആസ് ആൻ ആക്ടറും അറിയാം, പിന്നെ വക്കീലായാലും നമുക്ക് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു, ഒരുപാട് ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുക, ഒരുപാട് തുറന്നു പറച്ചിലുകൾ വരുന്നുണ്ട്. ഈ ഒരു പ്രതികരണങ്ങളെയും ഈ പ്രശ്നങ്ങളെയും എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ഒരു ജുഡീഷ്യൽ പ്രൊസീജിയറാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് കെ ഹേമ എന്ന് പറഞ്ഞ ഒരു ഫോമർ ജഡ്ജി, അവരും എനിക്ക് തോന്നുന്നു ഒരു വെറ്ററൻ ആക്ട്രസ്സും ഉണ്ട്, ഒരു 2-3 പേരാണ്. ശാരദ മാം, ശാരദ മാം 3 പേര്, പിന്നെ ഒരു IAS ഒരു ഒഫീഷ്യൽ ശാലിനി, അങ്ങനെ ശൈലജ, അങ്ങനെ ഒരു മാമും ഉണ്ട്. അപ്പോൾ അവർ 3 പേരും കോൺസ്റ്റിറ്റ്യൂട്ട്, പിന്നെ കുറച്ച് പേരുള്ള ഒരു കമ്മിറ്റിയാണ്. 2017 ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ഫോം ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആണ്, അതൊരു വലിയ മൈൽ സ്റ്റോൺ ആണ് അവിടെ വന്ന മാറ്റം തന്നെ, തീർച്ചയായിട്ടും അല്ല. കാരണം കുറേ പേര് അത് പുറത്ത് വന്ന് അവരുടെ ഗ്രിവൻസസ് അവർ അഡ്രസ്സ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ് ഇനി ഒരു കോൺക്ലേവ് നടത്താൻ പോകുന്നു എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ. ഇനി ഒരു കോൺക്ലേവ് നടക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ അമ്മയിൽ രാജിവെച്ചത് തന്നെ തീർച്ചയായിട്ടും അതൊരു വലിയ അവർക്കുള്ളൊരു മാറ്റമാണല്ലോ. കാരണം അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് അവരുടെ ഒരു നല്ലൊരു ഭാഗമാണല്ലോ. അവർ എല്ലാവരും ഒരുമിച്ച് 2-3 പേരുടെ അടുത്ത് പേർക്കെതിരെ ഇത് വന്നപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് ആളുകൾ പ്രതികരിക്കുന്നുണ്ട്. അതായത് കാരണം ഞാൻ തീർച്ചയായിട്ടും ഞാനത് അമ്മ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ സിസ്റ്റം അല്ല, ഇപ്പോൾ ഒരു ഹേമ കമ്മിറ്റി പോലത്തെ ഒരു കമ്മിറ്റി അല്ലോ, ഇതൊരു വെൽഫെയർ സൊസൈറ്റി ആണല്ലോ. അമ്മ എന്ന് പറയുന്ന ഒരു വെൽഫെയറിന് വേണ്ടി അല്ലേ, അതിനു വേണ്ടി പ്രവർത്തിക്കുക. അവർ ഷോസ് നടത്തുന്നു. ഐ എം നോട്ട് പാർട്ട് ഓഫ് എൻ അമ്മ യെറ്റ്, സോ ബട്ട് അങ്ങനെയാണ്. അപ്പം എനിക്ക് അത് അധികം അറിയില്ല അമ്മയെ കുറിച്ച്. കാണുന്ന ഷോസ് അല്ലാതെ എനിക്ക് അങ്ങനെ അവർ വെൽഫെയർ ചെയ്യുന്നു അതുണ്ട്. അതെ, അപ്പോൾ അങ്ങനത്തെ ഒരു സൊസൈറ്റിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ഒരു ക്ലബ്ബ് നടക്കുന്നു, അതിൻ്റെ അകത്ത് അത് ഫോം ചെയ്യുമ്പോൾ അവരത് ഇറങ്ങി വന്നത് തന്നെ അതൊരു വലിയ കാര്യമാണ്. അതൊരു ഈ ഒരു കമ്മിറ്റിയുടെ ഏറ്റവും വലിയൊരു ബലമായിട്ട് ഞാൻ കാണുന്നു. അങ്ങനത്തെ ഒരു അത്രയും പേര് അതിൽ നിന്ന് ഒരുമിച്ച് ഇറങ്ങി വന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ഇതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് അതിന് വേണ്ടി ഒരു പാനൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി കൂടുതൽ സിനിമയിലുള്ള ആൾക്കാരുടെ ഒപ്പം ബാക്കിയുള്ളവരുടെ ചർച്ച ചെയ്ത് എന്തൊക്കെ മാറ്റം വരുത്തണം. ഈ പറഞ്ഞ പോലെ റെമ്യൂണറേഷൻ്റെ കാര്യത്തിലായാലും, അല്ലെങ്കിൽ സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിൻ്റെ കാര്യത്തിലായാലും, അല്ലെങ്കിൽ ഇതേപോലെ ആൾക്കാർക്ക് ഒരു ഡ്രസ്സിൽ സെല്ല് ഫോം ചെയ്യാം ഇനിയും ശക്തമായിട്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ നേരിൻ്റെ സമയത്തൊക്കെ ഒരു ഡ്രസ്സിൽ നമുക്കൊരു അവിടെ ഒരു നമ്മുടെ എനിക്കൊന്ന് ശാന്തി ചേച്ചി അതിൻ്റെ ഒരു മെമ്പറായിരുന്നു. അങ്ങനെ 2-3 പേരുടെ, ലിൻഡ മാം നമ്മുടെ കോസ്റ്റ്യൂമർ ജിത്തു സാറിൻ്റെ വൈഫ്, അങ്ങനെ 2-3 പേരുടെ വെച്ച് ഇവരൊരു നമ്പറൊക്കെ ഇട്ടിട്ടൊരു ഒട്ടിച്ചേർന്നു അവിടെ. എനിക്ക് ഓർമ്മയുണ്ട് അത്. ഞാൻ അവരുടെ അടുത്തൊക്കെ ചോദിക്കുകയും ചെയ്യുമായിരുന്നു ഇതിനെ പറ്റിയൊക്കെ. അപ്പോൾ അവർ ചേച്ചിയൊക്കെ അതിനെ പറ്റിയൊക്കെ കുറേ പറഞ്ഞു തന്നായിരുന്നു. അപ്പം അങ്ങനത്തെ കുറേ മൂവ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഹിന്ദി സിനിമ ചെയ്തപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ അത് ശക്തമായിട്ടുണ്ടായിരുന്നു. അവിടെ അത് ഭയങ്കരമായിട്ട് അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ്റെ ഭാഗത്തുനിന്നും, അത് വലിയൊരു ബാനറാണ്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്നും ഈ പറഞ്ഞ പോലെ ഒരു ലീഗൽ ഒരു ഓഫീസറിനെ അവർ അതിന് വേണ്ടി നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പം ഇന്നലെ എനിക്ക് തോന്നുന്നു വെസ്റ്റ് ബംഗാളിലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് അവരും ഒരു പുതിയ കമ്മിറ്റി വേണമെന്ന് അവരവിടെ അവകാശപ്പെടുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു റെവല്യൂഷനായിട്ട് ഞാൻ കണക്കാക്കുന്നു. തീർച്ചയായിട്ടും അതൊരു മാറ്റം വരുന്നത് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് നല്ല രീതിയിലേക്ക് അത് ഗവൺമെൻറ് ഇത് നെക്സ്റ്റ് ലെവൽ ആക്ഷൻ, അതിപ്പോൾ ജുഡീഷ്യലി ഇപ്പോൾ ആരുടെയൊക്കെ പേര് അതിൽ വന്നതെന്നൊന്നും നമ്മളല്ലാതെ തീരുമാനിക്കേണ്ടത്. അത് കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു പോലീസ് കംപ്ലൈൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇതിപ്പോൾ നെക്സ്റ്റ് ലെവൽ എങ്ങനെയാണ് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ അത് ഹൗ ഇറ്റ് ഗോസ് ഇസ്, ഐ മീൻ വിത്ത് ഡ്യൂ റെസ്പെക്ട് ടു ദ ലോ ഓഫ് ദിസ് കൺട്രി, നിയമം ഇസ് അബവ് ഓൾ ഓഫ് us. നിയമം അതിൻ്റെ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ എടുക്കട്ടെ എന്ന് മാത്രമേ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഒരുപാട് തുറന്നു പറച്ചിലുകൾ വരുന്നുണ്ട്, നമുക്കത് സന്തോഷമുള്ള കാര്യമാണ്. സംഭവിച്ചിട്ടുണ്ടാവാം, പക്ഷേ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരു കേസസ് ഉണ്ട്. ഇപ്പോൾ ഒരാളുടെ പേരെടുത്ത് പറയുന്നില്ല നമ്മൾ, പക്ഷെ എല്ലാവരും ജെനുവിൻ ആണെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കത് പറയാം. ഇപ്പോൾ കോടതിയിൽ തന്നെ കുറേ കേസുണ്ട്. അവന് എല്ലാ കേസും ജെനുവിൻ ആണെങ്കിൽ കോടതിയിൽ ഇങ്ങനെ പ്രൊവൈഡ് എന്ന് പറഞ്ഞ പരിപാടി നിൽക്കില്ല. ഇപ്പോൾ ഇത്രയും കോടതിയിൽ തന്നെ ഇത്രയും കേസ് പെൻഡിങ് ഉണ്ട്. അതിൽ പലതും ഇതേപോലെ തെളിയുമ്പോൾ ചിലത് ഇതിന് വേണ്ടി, ചിലതൊക്കെ ചുമ്മാ ഗ്രിവൻസ് ഹേർട്ട് അല്ലെങ്കിൽ ചുമ്മാ വലിച്ച് സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അല്ലാതെ ജെന്യൂൻ ആയിട്ടുള്ള സംഭവം സമയമെടുത്താണ് അത് കൺസിഡർ ചെയ്ത് പോകണം. കാരണം അതിൻ്റെ ഇൻവെസ്റ്റിഗേറ്റീവ് ടൈം അല്ലെങ്കിൽ കോടതിയുടെ ഒരു പ്രൊസീജിയർ വെച്ചിട്ടുള്ള ഒരു സമയമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മളങ്ങനെ നമ്മൾ അതാ പറയുന്നത്, ഇതിനെപ്പറ്റി ഉത്തരം പറഞ്ഞാൽ നമ്മളത്, കാരണം ഇറ്റ്സ് എ ഫ്രിക്ഷൻ, യു ഡോണ്ട് നോ ഇഫ് ഇറ്റ് ഇസ് എ റൈറ്റ്. സോ വി ഷുഡ് ബിലീവ് ഇൻ ദ ജുഡീഷ്യൽ സിസ്റ്റം ഓഫ് ദിസ് കൺട്രി, ലെറ്റ് ദ ലോ ടേക്ക് ഇറ്റ്സ് ഫുൾ ഫോം, ലെറ്റ് ദ ലോ ഡിസൈഡ് ഇറ്റ്. ഓക്കെ, അപ്പം സിനിമയിലായാലും ഏത് സ്ത്രീകളാണ് കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ഒരു ലൈംഗിക ചൂഷണങ്ങൾ നേരിടുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പം ഉള്ള ന്യൂസുകളിലൊക്കെ പുരുഷന്മാരും, അത് നമുക്ക് മുന്നേ അറിയാം, നേരിടുന്നുണ്ട്. അത്തരം അനുഭവങ്ങൾ നേരിട്ടോ അല്ലെങ്കിൽ ആരുടെയും കേട്ടിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു സിനിമ ഫീൽഡിൽ ഉണ്ടായിട്ടുണ്ടോ? അത്തരം അനുഭവങ്ങൾ ഉണ്ട്. സിനിമയിൽ മാത്രമല്ല, ഞാൻ പറയുന്നത് ഇത് എല്ലാ ഒരു പാർട്ട് ഓഫ്, പിന്നെ സിനിമ എന്ന സംഭവം ആൾക്കാർക്ക് കൂടുതൽ താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് ഒബ്വിയസ്ലി ഒരു പേഴ്സണൽ ലൈഫ് ഓഫ് എൻ ആക്ടർ എല്ലാവർക്കും ഇഷ്ടമാണ്. ചിലപ്പോൾ ഒരു പേഴ്സണൽ ലൈഫ് ഓഫ് എ ബിഗ് ബിസിനസ് മാനും ഇഷ്ടമാണ്. ചിലപ്പോൾ ഒരു ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ വിജയ് മല്ലയുടെ ഒരു അധപ്പതനം എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഭയങ്കരമായിട്ട് മീഡിയ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനത് അദ്ദേഹത്തിനെ ജസ്റ്റിഫൈ ചെയ്യല്ല, പക്ഷെ അതേപോലെ തന്നെ
പക്ഷെ ഒരു ജസ്റ്റ് ഒരു പ്രൂഡൻ മാൻ്റെ ഒരു സംഭവം വരാണെങ്കിൽ ഒരു 2 ദിവസത്തെ അതിൻ്റെ ന്യൂസ് വാല്യൂ ഉള്ളൂ. ബിക്കോസ് മേ ബി മീഡിയ ഗെറ്റ്സ് ടു സെൽ ഇറ്റ്. സിനിമയുടെ കൂടുതൽ വ്യൂസ് കിട്ടും, അവർക്ക് റീച്ച് കിട്ടും. അതാണ് യു ഹാവ് ടു ആക്സെപ്റ്റ് ദ ഫാക്ട് അല്ലേ. അപ്പം അങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ തീർച്ചയായിട്ടും അങ്ങനെയാണ് അതിൻ്റെ ഒരു ഡിബേറ്റ് പോകുന്നത്. ആണുങ്ങൾക്കുണ്ട്, തീർച്ചയായിട്ടും ആണുങ്ങൾക്കും അവരുടേതായ പരാതികളുണ്ട്. അതാ പറഞ്ഞത് എല്ലാ ഇപ്പം ജെൻഡർ നമ്മളതാണല്ലോ, നമ്മൾ ഫെമിനിസം എന്ന് വാട്ട് എവർ ഇറ്റ് ഇസ് യു സ്പീക്ക് ഓഫ്, you should equal to both. ഈ gender equality is something, not just a woman, also the third gender. ഏതെങ്കിലും ജെൻഡേഴ്സ് ഉണ്ടെങ്കിൽ ഇൻക്ലൂസീവ് ഓഫ് ഓൾ ഓഫ് ദം, അവർക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ പരാതി ഉണ്ടെങ്കിൽ എല്ലാത്തിനും എതിരെ എല്ലാ ജെൻഡേഴ്സും അതിനെതിരെ വോയിസ് ചെയ്യണം. ഇത് മനുഷ്യന്റെ അവകാശമല്ല, അത് ജെൻഡറിന്റെ അല്ല. ഒരു മനുഷ്യനായി ജനിക്കുകയാണെങ്കിൽ തീർച്ചയായും മനുഷ്യന് മാത്രമല്ല മൃഗങ്ങളുടെ ആയാലും അവകാശമാണ്. എവ്രി വൺ ഹാസ് എ റൈറ്റ് ബീങ് ബോൺ ഓർ ബീങ് പാർട്ട് ഓഫ് ദിസ് സിസ്റ്റം. സോ ഈ കടുകണ്ണാവ സീരീസിൽ ആന്തോളജി മൂവീസ് ആണല്ലേ അത്, MTയുടെ കഥകൾ വെച്ചിട്ട്. അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? കാരണം വിനീതേട്ടന്റെ കൂടെ ഉള്ള കോമ്പിനേഷൻസ് ഒക്കെ ആയിരുന്നു. മമ്മൂട്ടി സാർ അഭിനയിക്കുന്നത് കണ്ടിരുന്നു. നമ്മളൊരു ദിവസം മമ്മൂട്ടി സാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ലൊക്കേഷൻ അല്ല, അദ്ദേഹം അഭിനയിക്കുന്ന ഒരു സീൻ ഞങ്ങളുടെ അതേ മനയിലാണ് ഷൂട്ട് ചെയ്തത്. ഞങ്ങളുടെ സീനൊക്കെ കഴിഞ്ഞ് നമ്മളൊക്കെ വെയിറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ ഒരു സീക്വൻസ് എനിക്ക് ഞാൻ മമ്മൂട്ടി സാറായിട്ട് മുമ്പും വർക്ക് ചെയ്തിട്ടുണ്ട് പരസ്യത്തിൽ വരും. പക്ഷെ അദ്ദേഹം ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ ഒരു ലൊക്കേഷനിൽ. അദ്ദേഹം ഭയങ്കര എന്താ പറയുക, അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക MT ചില്ലല്ല, അദ്ദേഹം ഒരു MT വാസുദേവൻ നായർ സാറിന്റെ സെറ്റ് അദ്ദേഹത്തിന് ഏറ്റവും നല്ല സിനിമകൾ സമ്മാനിച്ചത്. അദ്ദേഹത്തിന്റെ ഏറ്റവും റെസ്പെക്റ്റബിൾ ആയിട്ടുള്ളൊരു റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. അപ്പോൾ അദ്ദേഹം വളരെ റിലാക്സ്ഡ് ആയിട്ട് അപ്പോൾ ഒരുപാട് അദ്ദേഹമായിട്ട് സംസാരിക്കാൻ പറ്റി. ഇപ്പോൾ അദ്ദേഹം കൂടുതൽ നമ്മളുടെ അടുത്ത് കുറേ ഷെയർ ചെയ്തു കുറേ കാര്യങ്ങൾ. അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു അദ്ദേഹത്തിനോട് നല്ലൊരു ക്വാളിറ്റി ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി ഷൂട്ടിന് ശേഷം. അപ്പോൾ അത് ഭയങ്കര കുറേ ഓർമ്മകളുണ്ട്. ഈവൻ പറഞ്ഞ വിനീതണ്ണായാലും അനുമോൾ ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു ഡയറക്ഷൻ ടീം, അതിൻ്റെ ക്യാമറ, ഇപ്പോൾ എൻ്റെ രക്ഷാധികാരിയുടെ ക്യാമറാമാനായിരുന്നു പത്തുചേട്ടനായിരുന്നു അതിൻ്റെ ക്യാമറാമാൻ. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ പ്രശാന്ത് രവീന്ദ്രൻ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതും. ഇന്നാളും ഞങ്ങൾ അതിൻ്റെ ഒരു മൊമെൻ്റ് മേടിക്കാൻ സ്റ്റേജിൽ കയറിയപ്പോഴും ഞങ്ങൾ രണ്ടുപേരും നിൽക്കുന്നു, മുമ്പിൽ ബിജു ചേട്ടൻ ഇരിക്കുന്നു. നമുക്കതൊരു മൂവ്മെൻ്റാണ് ഈ രക്ഷാധികാരി അല്ലേ. അപ്പോൾ എനിക്കും പ്രശാന്ത് പത്തുചേട്ടൻ പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു കെട്ടിപ്പിടിച്ചിങ്ങനെ സ്റ്റേജിൽ മൊമെൻ്റ് മേടിച്ചിരിക്കുന്നു. മമ്മൊക്കെ ഉള്ളത് സ്റ്റേജിൽ, MT വാസുദേവൻ നായർ സാർ ഇരിക്കുന്നൊരു സ്റ്റേജിൽ, മുമ്പിൽ ബിജു ചേട്ടൻ ഇരിക്കുന്നു. അപ്പോൾ നമുക്കതൊരു മെമ്മറി അല്ല. ഒരു എത്ര കൊല്ലമായി രക്ഷാധികാരി 2016 എന്ന് പറയുമ്പോൾ അത്ര 8 കൊല്ലത്തിന് ശേഷം നമ്മൾ 17 ഇറങ്ങിയത്. പക്ഷെ അതൊരു നമുക്കൊരു അപ്പൊ പുള്ളിക്കൊരു സന്തോഷമാണ്. നേര് കഴിഞ്ഞ് ഞാൻ വന്നു പുള്ളിയോടെ നിൽക്കുന്നു. പുള്ളിക്ക് കുറെ അഭിപ്രായം ഈ പ്രശാന്തേട്ടനും കുറെ കേട്ടു, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവൻ നിങ്ങളുടെ രക്ഷാദില്ല പയ്യൻ. അപ്പൊ അതൊക്കെ നമുക്കിടയിലുള്ള ഒരു മൂവ്മെന്റ്സ് നമ്മുടെ പയ്യൻ എന്നാണ്, നമ്മുടെ കൂടെ നമ്മുടെ പയ്യൻ. അപ്പൊ നമുക്കിടയിൽ അതൊക്കെ ഒരു മൂവ്മെന്റ്സ് ആണല്ലോ. അപ്പൊ നമുക്കത് ഭയങ്കര മെമ്മറബിൾ ആണ്. അപ്പൊ ആ ഒരു മൂവ്മെന്റ് അത് തീർച്ചയായിട്ടും ആ ഒരു സിനിമയുടെ വളരെ ഇത് കുറച്ചൊരു ക്യാമിയോ പരിപാടി ഉണ്ടെങ്കിലും പക്ഷേ ഇറ്റ്സ് ബീങ് എ പാർട്ട് ഓഫ് എൻ MT ഫിലിം ഇസ് സംതിങ് അല്ലേ പറയാമല്ലോ. അത് വളരെ കുറച്ച് ആക്ടേഴ്സ് ഉള്ളൂ ഒരു എപ്പിസോഡിലൊക്കെ. ഒരു എപ്പിസോഡിൽ 8-5-6 അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളൊരിക്കലും ഞാൻ ആസ് എൻ ആക്ടർ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനത്തെ ഒരു സിനിമ നമുക്ക് അങ്ങനെ ഒരു MT വാസുദേവൻ നായർ സാറിൻ്റെ ഒരു കൃതിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്തിൽ ഉള്ളൊരു സിനിമയിലൊരു വേഷം ചെയ്യാൻ പറ്റുമെന്ന്. സോ ഐ ഡോണ്ട് ബിലീവ് ഇൻ സ്മോൾ റോൾസ് എന്ന് പറഞ്ഞ സംഭവമുള്ളൂ. സ്മോൾ ആക്ടേഴ്സ് അല്ല നമ്മൾ ചെറിയ അത് ഡാനിയൽ സ്റ്റാൻസ്ലോസ്കി എന്ന് പറയുന്നത് നോ സ്മോൾ റോൾസ് ഓൺലി സ്മോൾ ആക്ടേഴ്സ്. ചെറിയ റോളുകളല്ല. നമ്മളൊരു ചെറിയ കഥാപാത്രമായി വന്നാൽ അതിൽ നമ്മൾ ജീവിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ഒരു നടനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ സംഭവം. അല്ലെങ്കിൽ അവന് ഒരു നിമിഷം നേരം വന്നു പോയി സെക്കൻഡറി ആക്ടർ സെക്കൻഡ്സ് മാത്രമുള്ളത്. ഈ പറഞ്ഞ പോലെ സുരാജ് ഉഞ്ഞാറുമൂട് എന്ന് പറഞ്ഞ ചേട്ടൻ അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടറല്ല, അദ്ദേഹത്തിന്റെ വളരെ ഒരു ബ്രേക്ക് ത്രൂ ക്യാരക്ടർ ആയിരുന്നില്ലേ ഈ പറഞ്ഞ ആക്ഷൻ ഹീറോ ബിജു. അപ്പൊ നമ്മളൊരു ഇമോട്ട് ചെയ്യാനുള്ള ഒരു ആക്ടറിനെ സംബന്ധിച്ചോളാം. അപ്പൊ അത് ഒരു പ്ലാറ്റ്ഫോമാണ്. നമ്മൾ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്റ്റേജാണ്. അപ്പോൾ അങ്ങനെ അത് വിശ്വസിച്ച് ചെയ്യുമ്പോൾ അത് ഈവൻ ഇങ്ങനത്തെ ഒരു വലിയൊരു ടീമിൻ്റെ കൂടെ അസംബിൾ ചെയ്യുമ്പോൾ നമുക്കതൊരു ഭയങ്കര മെമ്മറബിൾ ആണ് തീർച്ചയായിട്ടും. പുറത്തുള്ള ഭാഷകളിലൊക്കെ സിനിമകൾ ഹിന്ദി ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഇറങ്ങാനുണ്ട്. വേറെ ഇപ്പം നേരെ കഴിയുമ്പോൾ കുറേ തെലുങ്കും തമിഴൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഇതൊന്നും അത് കുറച്ച് ഗ്രേ ഷെയ്ഡായിരുന്നു. അപ്പോൾ ഇമീഡിയറ്റ്ലി ഇത്തിരി തമാശയൊക്കെ ചെയ്ത് പട്ട കളിച്ച് നടന്നിട്ട് പിന്നെ വിചാരിച്ചു. പുതിയ സിനിമകൾ ഇനി വരാൻ പോകുന്ന അപ്കമിങ് പ്രൊജക്ട്സ് ഒക്കെ ഏതൊക്കെയാണ്? ഇപ്പൊ ഞാൻ മാത്യുവിൻ്റെ ഒരു പരിപാടി ചെയ്യുന്നുണ്ട്, ഒരു പടം ഉടുമ്പൻ ജലവിഷൻ എന്ന സിനിമ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഹിന്ദി സിനിമ ചെയ്തത് ഇറങ്ങാനുണ്ട്, തുടങ്ങാനുള്ള പരിപാടികളായിട്ട്. അത് പിന്നെ പുറത്ത് അനൗൺസ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം എന്തായാലും ആ സിനിമകളൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. തീർച്ചയായിട്ടും നന്നായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, യെസ് ഓഫ് കോഴ്സ്. അപ്പം വീണ്ടും കാണാം. തീർച്ചയായിട്ടും ഉറപ്പായിട്ടും. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.